കളിച്ചു. ഇന്ന് രാവിലെ ഒരു മാച്ച് എന്താ പറയുക, ഞങ്ങളുടെ പ്ലെയേഴ്സ് ഓണ്ടർപ്രണർഷിപ്പ് അങ്ങനെ കുറേ മാച്ച് ഒറ്റയടിക്ക് കളിക്കുന്നവരാണ്. ഇന്ന് അവർക്ക് 2 മാച്ച് ഇത് കഴിഞ്ഞിട്ടുണ്ട്. 3-4 ദിവസമായിട്ട് വെയിൽ കൊണ്ട് ഇവരെല്ലാം ഇന്നലെ വോമിറ്റിംഗ് തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ആ ദിവസം എൻ്റെ റെഡി ആയില്ല അത്രയുള്ളൂ. ബട്ട് വി ആർ സോ ഹാപ്പി. നല്ല ടീമായിരുന്നു. ജീൻചായിട്ട് ലാലു നന്നായിട്ട് കളിച്ചു. പക്ഷെ എന്ന് വെച്ചാൽ വയ്യാതെ ആകുമ്പോഴേ അടിച്ചിട്ട് എത്താനുള്ള പാവങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവിടെ നിന്ന് അടിക്കാമെന്ന് പറയാനേ പറ്റുള്ളൂ. നല്ല വെയിലുമല്ലോ. അത് 3-4 ദിവസം ഈ 11 മണിക്ക് ഞങ്ങൾക്ക് സ്ലോട്ട് കിട്ടും. ഞങ്ങൾക്ക് വയ്യാണ്ടായി കളിച്ച്. എനിക്ക് തന്നെ ഇത്രയും ടെൻഷൻ വരുമ്പോൾ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദാം. എനിവേ നിങ്ങളുടെ സപ്പോർട്ടിനും താങ്ക് യു. മീഡിയ സപ്പോർട്ടിങ് ഇസ് സോ വെൽ. സോ താങ്ക് യു. ഈവനിങ് കാണാം. അറിയാം, ഇപ്പോൾ ബാക്കിയുള്ള ടീമിന്റെ ബ്രാൻഡ് അംബാസഡേഴ്സിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24/7 ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് സപ്പോർട്ട് ചെയ്ത ഏക ബ്രാൻഡ് അംബാസഡർ ഋതുവായിരുന്നു. വി ആർ താങ്ക്ഫുൾ ടീം. അതെ അതെ, കഴിഞ്ഞ സീസൺ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നിട്ട് ചെയർ ചെയ്യുന്ന ബാക്കിയുള്ള ഏത് ബ്രാൻഡ് അംബാസഡേഴ്സിനെ വെച്ച് നിങ്ങൾ നോക്കിക്കോ, എല്ലാവരും കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഭാഗത്തുനിന്ന് വരും. പുള്ളിക്കാരി ആ ഫുൾ ഓവർ ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് ബൗണ്ടറി ലൈനിൽ നിന്ന് കുടയും പിടിച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. താങ്ക് യു. ഐ റിയലി ലവ് സ്പോർട്സ്. എനിക്ക് എല്ലാവരും എൻ്റെ അടുത്ത് പറയാം അവിടെ ഇരുന്ന് കണ്ടൂടെ. എനിക്ക് പറ്റണില്ല. എനിക്ക് അവരുടെ ആ ഒരു സാധനം ഉണ്ടെങ്കിലല്ലേ നമ്മൾ കണ്ടം കളി അടിക്കടാന്നൊക്കെ പറഞ്ഞില്ല ഒരു സുഖമില്ല. അതുകൊണ്ട് ആൾക്കാർ എനിക്ക് വട്ടാണ് കോച്ചിന് രാവിലെ വന്നിട്ട് കൊടയും പിടിച്ചിട്ട് രാവിലെ. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ദാറ്റ്. ഐ എം എ സ്പോർട്സ് പേഴ്സൺ ആൻഡ് ഐ ലവ് സ്പോർട്സ്. ആൻഡ് നമ്മൾക്ക് അവരുടെ ഒരു 1% എങ്കിലും നമ്മൾ അറിയണം എന്താണ് അവരവിടെ എടുക്കണ ആ ഒരു എഫേർട്ട് എന്നുള്ളത്. സോ ഐ എം ഹാപ്പി. പക്ഷെ വിഷമമുണ്ട്. ഇനി ഒരു 2-3 ദിവസം എടുക്കും വിഷമം.